ആശാവർക്കർമാരുടെ സമരം 47-ാം ദിവസത്തിലേക്ക്, നിരാഹാര സമരം 9-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആശമാരുടെ സമരവീര്യം 2 ഇരട്ടിയാണ്. ഇടതുപക്ഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തീരുമാനങ്ങളും ഉണ്ടാകാതിരിക്കെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാണ് ആശമാരുടെ തീരുമാനം. ഇല്ല, രണ്ടാം ഘട്ട ചർച്ച ആരോഗ്യമന്ത്രിയായിട്ട് നടത്തിയ സമയത്ത് തന്നെ ഞങ്ങളോട് പറഞ്ഞത് ആദ്യഘട്ട ചർച്ചയിൽ നടത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് രണ്ടാം ഘട്ട ചർച്ചയിലും ഞങ്ങളോട് ആവർത്തിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ഫെബ്രുവരി 15-ൽ നിന്നും മാഡം ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ ചർച്ചയുടെ ആവശ്യം എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇതിപ്പോൾ ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ആവശ്യം വളരെ വലുതാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് അവർക്ക് വേണ്ട ഡീസൻറ്റ് സാലറി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ രീതി. അത് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. എത്ര സാംസ്കാരിക നായന്മാർ, എഴുത്തുകാർ, അങ്ങനെയുള്ള ആളുകളാണ് സച്ചിദാനന്ദനെ പോലുള്ള വളരെ ഇടതുപക്ഷമായിട്ട് അവരുടെ ഇതിൽ ഒട്ടുനിൽക്കുന്ന ആളുകൾ, അവരായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അവർ അത്തരം ആളുകൾ പോലും ആവശ്യപ്പെടുന്നതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെടുന്നു. എത്ര ആളുകളാണ് ആവശ്യപ്പെടുന്നത്. ഇതെല്ലാവരും ഇതൊന്നും മനസ്സിലാക്കാതെയാണോ, ഇവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ ചെയ്യുന്നത്? അപ്പോൾ ഇത് ഏറ്റവും മിനിമം ആണെന്നും ഇതിൽ ഗവൺമെൻറ് ഇടപെടലാണെന്നും ഇത് കൊടുക്കേണ്ടതാണെന്നുള്ള ധാരണ പൊതുധാരണയാണ്. ആ ധാരണ ജനാധിപത്യപരമായി രൂപപ്പെട്ടതാണ്. ആശമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിമർശനം സർക്കാർ കടുപ്പിക്കുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ നിരാഹാര സമരവുമായിട്ട് മുന്നോട്ടു പോകാനാണ് ആശമാരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുള്ള നിഷേധത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി നടത്തിയ ജനസഭ പ്രതിഷേധ സാഗരമായിരുന്നു. ആശമാരെ അവഗണിക്കുന്ന ദ്രോഹനയം തുടർന്നാൽ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യുന്ന സ്ഥിതി വരുമെന്ന് ജനസഭയിൽ പങ്കെടുത്തവർ മുന്നറിയിപ്പ് നൽകി. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ നടത്തുന്ന അവകാശ സമരത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നിലപാട് തികച്ചും മനുഷ്യത്വരഹിതവും ജനാധിപത്യ വിരുദ്ധവും ട്രേഡ് യൂണിയൻ മര്യാദകളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് ആശാവർക്കർ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ പറഞ്ഞു. സമരം അവസാനിപ്പിക്കാൻ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.